മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത ഭാഗം മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അതേപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. സപ്പോസ് 1 0 0 1. ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പം എത്തരത്തിലുള്ള മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കും എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മൈൻഡിൽ കാണുക, അല്ലെങ്കിൽ ഇപ്പം തന്നെ മനസ്സിലാക്കി വെക്കുക. അതായത് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/2 ആണ്. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും എന്താവണം? സെയിം ആവണം. സെയിം ആയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? എ ബി എന്ന് പറയുന്ന മെട്രിക്സ് തന്നെ ഉണ്ടാവുള്ളൂ. അതായത് ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. സോ എ ബി എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആയിരിക്കും. സോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ മെട്രിക്സിൻ്റെ റോ രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അതേപോലെ ഈ റോ തന്നെ ഈ കോളവുമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 1 × 1 1 പ്ലസ് 2 × 0 0. 1 × 0 0 പ്ലസ് 2 × 1 2. സിമിലർലി രണ്ടാമത്തെ റോ 3ഉം 4ഉം 1ഉം 0ഉം 0ഉം 1ഉം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. 3 പ്ലസ് 0 0 പ്ലസ് 4. അങ്ങനെ എന്ത് കിട്ടും? 1 2 3 4 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്ന മെട്രിക്സ് 1 -1 2 0 3 4. അതായത് ഈ മെട്രിക്സിൻ്റെ ഓർഡർ 1 2 2/3 ആയിരിക്കും. ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/2 ആയിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ വീണ്ടും മനസ്സിലാക്കണം, ഈ മെട്രിക്സിൻ്റെ കോളവും രണ്ടാമത്തെ മെട്രിക്സിൻ്റെ റോയും എന്താണ്? സെയിം ആണ്. സംഭവം ഇതെന്തിനാ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില കേസിൽ ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വരും. അങ്ങനെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും ചെയ്തു നോക്കുക. അല്ലെങ്കിൽ ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ മനസ്സിലാക്കാനും വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാം. അപ്പം എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 2/2 ആയിരിക്കും. സോ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 1 × 2 2 പ്ലസ് -1 × -1 1 പ്ലസ് 2 × 5 10. സിമിലർലി അടുത്ത കോളമായിട്ട് 1 × 7 7 പ്ലസ് -1 × 1 -1 മൈനസ് 2 -4 × 2 -8. Similarly 0 -3 plus 20. 0 plus 3 minus 60. ഇനി ഇത് സം ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 2 plus 1 3 3 plus 10 13. 7 minus 1 6 6 minus 2 6 minus 8 minus 2. minus 3 plus 20 എന്താണ്? 17 17. 3 minus 16 minus 13. ഇതാണ് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. അടുത്തത് 2/2 മെട്രിക്സും ഒരു 2/3 മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2/3 ആയിരിക്കും. ഇത് രണ്ടും കട്ട് ചെയ്യുക, 2/3 ആയിരിക്കും. അപ്പം എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ആൻസർ 6 × 2 12 പ്ലസ് 9 × 7 63. 6 × 6 36. 9 × 9 plus 81. 0 plus 8 × 9 72. 2 × 2 4 plus 3 × 7 21.
അതേപോലെ 6 into 2 12 plus 3 into 9 27. 2 into 0 0 plus 3 into 8 24. ഇത് ആഡ് ചെയ്യുക, ആൻസർ ആയി. 12 plus 63 എന്ന് പറയുന്നത് 75 7 11 72 25 9 39 39 24. ഇതാണ് ആൻസർ. അടുത്ത മെട്രിക്സിന്റെ ഓർഡർ 2/3 2/3 1 2 3/2 ആണ്. അപ്പം എന്താണ് ഇവിടെ കിട്ടാൻ പോകുന്ന എ ബി എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ആണ്. എ ബി എന്ന് പറയുന്ന മെട്രിക്സ് 2/2 ആണ്. 1 into 2 2 minus 8 plus 6. 1 into 3 3 minus 10 plus 3. Minus 8 plus 8 plus 10. Minus 12 plus 10 plus 5. അടുത്ത മെട്രിക്സ് 2 minus 8 minus 6 plus 6 എന്താണ് 0. 3 minus 10 minus 7 plus 3 minus 4. Minus 8 plus 8 0 plus 10 10. Minus 12 plus 10 minus 2 plus 5 3. ഓക്കെ. അടുത്ത മെട്രിക്സിന്റെ ഓർഡർ എന്താണ് 1 2 2/2 2/2. ഈ രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഓർഡറും എന്താണ് 2/2 ആണ്. അപ്പം എ ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 into 0 0 plus 0 1 into 1 plus 0 0 minus 1 0 plus 0. അപ്പം ആൻസർ എന്താണ് 0 1 minus 1 0. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ളതാണ്. എ ബി സി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് എ ബി ഇൻറ്റു സി വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. അതായത് ഈ LHS ഈക്വൽ ടു RHS എന്ന് പ്രൂവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യം തന്നെ ചെയ്യേണ്ടത് എ ബി എന്ന് പറയുന്ന മെട്രിക്സ് കാണലാണ്. അപ്പം എ എന്ന് പറയുന്ന മെട്രിക്സ് അതേപോലെ എഴുതി എടുക്കുക. 1 1 minus 1 1 1 minus 1 2 0 3 2 0 3 3 minus 1 2. എ എന്ന് പറയുന്ന മെട്രിക്സ് ആയി. ബി എന്ന് പറയുന്ന മെട്രിക്സ് 1 3 0 2 1 3 0 2 minus 1 4 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ആദ്യം തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നേരത്തെയൊക്കെ ചെയ്ത പോലെ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണെന്ന് നമ്മൾ അറിയണം. ഇതെന്താണ് 3/3 മെട്രിക്സ് ആണ്. ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ 3/2 മെട്രിക്സ് ആണ്. ഇവിടെ ഇതിന്റെ കോളവും ഇതിന്റെ റോയും സെയിം ആയതുകൊണ്ട് എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്തായിരിക്കും 3/2 ആയിരിക്കും. സോ എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ആൻസർ എന്താണ് 1 into 1 1 plus 0 plus 1 1 into 3 3 plus 1 minus 4. ഇനി അടുത്ത റോ ഈ രണ്ട് കോളം ആയിട്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യുക. 2 into 1 2 plus 0 minus 3 6 plus 0 plus 12 3 plus 0 minus 2 3 into 3 9 minus 2 plus 8. അങ്ങനെ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട ആൻസർ 1 plus 1 2 3 plus 1 3 plus 1 അല്ല, ഇവിടെ 2 ആണ് വരിക. 1 into 2 2. ഇപ്പം 3 plus 2 5 5 minus 4 1 2 plus 0 2 2 minus 3 minus 1 6 plus 12 18 3
minus 2, 1. 9 minus 2, 9 minus 2, 7, 7 plus 8, 15. എ ബി കിട്ടി. ഇനി ഈ എ ബി എന്ന് പറയുന്ന ആൻസർ സി യു ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് നമ്മുടെ LHS. എ ബി എന്ന് പറയുന്ന മാട്രിക്സ്. അതായത് 2, 1. എ ബി എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ്? 2, 1, minus 1, 18, minus 1, 18, 1, 15, 1, 15. ഈ പറയുന്ന മാട്രിക്സ് സി എന്ന് പറയുന്ന മാട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 1, 2, 3 minus 4, 1, 2, 3 minus 4, 1, 2, 3 minus 4, 2, 0, എന്തല്ലേ 2, 0 minus 2, 1, 2, 0 minus 2, 1. ഈ പറയുന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ആൻസർ എന്തായിരിക്കും എന്നുള്ളത് അടുത്ത് ചെക്ക് ചെയ്യുക. അപ്പം എ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ 3/2, സി എന്ന് പറയുന്ന മെട്രിക്സ് ഓൻ്റെ ഓർഡർ 2/4. ഇതും കട്ട് ചെയ്യുമ്പം 3/4 ആയിരിക്കും ഈ മെട്രിക്സിൻ്റെ ഓർഡർ. അപ്പം എ ബി ഇൻറ്റു സി കിട്ടാൻ പോകുന്ന ആൻസർ 3/4 ആയിരിക്കും. 2 × 1 2 plus 2. 2 × 2 4 plus 0. 2 × 3 6 minus 2. 2 × minus 4 minus 8 plus 1. Minus 1 × 1 minus 1 plus 36. Minus 1 × 2 minus 2 plus 0. Minus 1 × 3 minus 3 minus 36. Minus 1 × minus 4 4 plus 18. 1 × 1 1 plus 30. 1 × 2 2 plus 0. 1 × 3 3 minus 30. 1 × minus 4 minus 4 plus 15. ഇതാണ് നമ്മുടെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട നമ്പേഴ്സ്. ഇതിന് ജസ്റ്റ് ആഡ് ചെയ്യുക. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നിട്ട് കൊടുക്കുക. 2 plus 2 4 4 4 minus 7. 35 minus 2 minus 37. 4 plus 18 22. 1 plus 30 31. 2 plus 0 2. 3 minus 30 minus 27. Minus 4 plus 15 11. ഓക്കെ. എ ബി ഇൻറ്റു സി എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്. ഇതാണ് നമ്മുടെ LHS. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതേപോലെ ഇനി എന്ത് കാണണം? ബി സി കാണണം, അതിനോട് എ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന ആൻസർ LHS ആയിട്ട് ഈക്വൽ ആവും. ബി സി ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? 1 3 1 3 0 2 minus 1 4 0 2 minus 1 4 എന്ന് പറയുന്ന മെട്രിക്സ് ആയിരുന്നു. പിന്നെ സി എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3. സി എന്ന് പറയുന്ന മെട്രിക്സ് 1 2 3 minus 4 2 0 minus 2 1 അല്ലേ? 2 0 minus 2 1. ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ആൻസറിന്റെ ഓർഡർ എന്താണ്? 1 2 3. 3/2 മെട്രിക്സും 2/4 മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ഓർഡർ 3/4 ആയിരിക്കും. അപ്പം ബി സി എന്ന് പറയുന്ന മെട്രിക്സ് എങ്ങനെ ആയിരിക്കും? 1 × 1 1 plus 6 2 plus 0 3 minus 6 minus 4 plus 3 0 plus 4 0 plus 0 0 minus 4 0 plus 2 minus 1 plus 8 minus 2
plus 0 minus 3 minus 8. 4 plus 4. 4 plus 4. ഇത് തന്നെയല്ലേ വരിക ആണ്. അപ്പം ഈ രണ്ട് മെട്രിക്സും ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്ന ആൻസർ എന്താ? 7 2 minus 3 minus 1. 4 0 minus 4 2 minus 1 plus 8 7 minus 2 minus 11 8. ഇനി ഈ മെട്രിക്സിനെ ബി സി എന്ന് പറയുന്ന മെട്രിക്സിനെ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബി സി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് കിട്ടി. എന്താണ്? 7 2 minus 3 7 2 minus 3. ബി സി എന്ന് പറയുന്ന മെട്രിക്സ് 7 2 minus 3 minus 1 4 0 minus 1 4 0 minus 4 2 7 minus 2 minus 11 8. ഈ ബി സി എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് എന്തായിട്ടാണ് കിട്ടേണ്ടത്? ബി സി എന്ന് പറയുന്ന നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? ബി സി എന്ന് പറയുന്ന മെട്രിക്സ് എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയ ആൻസറുമായിട്ട് ഈക്വൽ ആകണം. LHS ആയിട്ട് ഈക്വൽ ആവണം. ഇനി ബി സി എന്ന് പറയുന്ന മെട്രിക്സ് എ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് 1 1 minus 1 2 0 3 3 minus 1 2. ഇത് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ ബി സി ഇൻറ്റു എ എന്ന് പറയുന്ന ആൻസർ എന്ത് ഓർഡർ ആയിരിക്കും? 1 2 3 3/4 1 2 3/3 മെട്രിക്സും ചെയ്യാം. എ ഇൻറ്റു ബി സി ആണ് ചെയ്യേണ്ടത്. എ ഇൻറ്റു ബി സി ആണ്, ബി സി ഇൻറ്റു എ അല്ല. എ ഇൻറ്റു ബി സി ആണ്. അപ്പം എ ഇൻറ്റു ബി സി എൻ്റെ ഓർഡർ എന്താണ്? എൻ്റെ ഓർഡർ 1 2 3 3/3യും ബി സിൻ്റെ ഓർഡർ 3/4 ആണ്. അങ്ങനെ അടുത്ത് കിട്ടാൻ പോകുന്ന ആൻസർ 3/4 ആയിരിക്കണം. അപ്പം എ ഇൻറ്റു ബി സി എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരിക്കും എന്നുള്ളത് ചെക്ക് പറയാം. അതെന്തായാലും മുകളിൽ കിട്ടിയ LHS ആയിട്ട് ഈക്വൽ ആയിരിക്കും. അതായത് ഈ മെട്രിക്സുമായിട്ട് 4 4 4 minus 7 35 minus 2 minus 37 22 31 2 minus 27 11 എന്ന് പറയുന്ന ഈ മെട്രിക്സുമായിട്ട് ഈക്വൽ ആയിരിക്കും. ചെക്ക് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺഡ്, മോർ വീഡിയോസ് വിൽ കം. ഓക്കെ, ബൈ.